പിള്ളേരൊക്കെ EMI വെച്ചിട്ടാണ് ഈ ഫോണുകൾ എടുക്കുന്നത്. 1 ലക്ഷത്തിൻ്റെ 1.5 ലക്ഷത്തിൻ്റെ ഒക്കെ ഫോൺ മേടിക്കുന്നത് EMI ആണ്. അണ്ണൻ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷത്തിൻ്റെയും 1.5 ലക്ഷത്തിൻ്റെ ഒക്കെ ഐഫോൺ മേടിച്ചിട്ട് EMI തീരുന്നതിന് മുന്നേ തന്നെ ഡെഡായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ രീതിയിൽ വന്നൊരു 14 Pro Max ആണ് നമ്മൾ റിക്കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചാർജിങ് ആംബിയർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആംബിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. പിന്നെ അതേപോലെ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ബോർഡ് ഫുൾ ഷോർട്ടായിട്ടാണ് കാണുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ആപ്പിൾ കെയറിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഡാറ്റാസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടൂല. കാരണം അവിടെ മദർ ബോർഡ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. മദർ ബോർഡിൽ ഒരിക്കലും അവർ റിപ്പയർ ചെയ്ത് തരില്ല. നമുക്ക് ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ആപ്പിൾ കെയറിൽ മദർ ബോർഡ് മാറ്റുന്നതിൻ്റെ 4 പ്രൈസിൽ നമുക്ക് ഈ മദർ ബോർഡിൽ തന്നെ വിത്ത് ഡാറ്റയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് കപ്പാസിറ്റർ ആയിരുന്നു ഷോർട്ട്. ആ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമറുടെ അടുത്ത് എൻക്വയറി ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് കോപ്പി ചാർജർ ഉപയോഗിച്ചതിന് ശേഷമാണ് സെറ്റ് ഡെഡായത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മാക്സിമം ഒറിജിനൽ ചാർജറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കാർ ചാർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മദർ ബോർഡിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾക്ക് മാക്സിമം നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ഇത് റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നെറ്റ്വർക്ക്, വൈഫൈ, റിങ്ങർ, സ്പീക്കർ അങ്ങനെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ വർക്കിന് നമ്മൾ അപ് ടു 6 മന്തിൻ്റെ മേലെ തന്നെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.